ഹലോ, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന 3 മെത്തേഡാണ്. കട്ട് ചെയ്യുന്ന മാത്രമല്ല സ്റ്റിച്ച് ചെയ്യുന്നതും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടൈലറിങ്ങിന് ഏറ്റവും ആവശ്യമാണ് നമ്മൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് അറിയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നെക്കൊക്കെ തയ്ക്കുന്നേരം നമുക്ക് ക്രോസ് പീസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 10 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളമുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെതാ ഈ ഒരു കോർണർ 2 സൈഡിൻ്റെതാ ഈ ഒരു കോർണറിൽ വെച്ച് ഒരു ലൈൻ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈന് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വരച്ച ലൈനിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഈ ഒരു കോർണറിൽ നിന്ന് ആ ഒരു കോർണറിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2 ത്രികോണങ്ങൾ കിട്ടും. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വരച്ച് കട്ട് ചെയ്ത ഭാഗം ഈ ഒരു സൈഡിലാണ് വരുന്നത്. താഴെടുത്തത് ഞാൻ ആ ഒരു ലെവലിൽ തന്നെ വെച്ചിട്ടാണുള്ളത്. എന്നിട്ട് ഈ മുകളിലാണ് വെക്കണം. നമുക്ക് താഴെ ഈ ഒരു ഷേപ്പ് നമുക്കൊരു ത്രികോണാകൃതിയിൽ വരണം. അതിനുശേഷം മുകളിൽ ഒരു 1/4 ഇഞ്ച് വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കണം. ഇത് നിവർത്തുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് ഉപയോഗിച്ച് വരക്കാം, അല്ലെങ്കിൽ ഞാനിത് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് വരക്കുന്നത്. ഈ ഒരു സ്കെയിൽ 1.5 ഇഞ്ച് കൃത്യമുണ്ട്. അപ്പോൾ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ലൈൻസ് ഇതുപോലെ കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പീസ് നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. തിരിച്ച് വെക്കുന്നത് നമ്മൾ സ്റ്റിച്ച് വരാത്ത ഭാഗത്ത്. അതിനുശേഷം ഈ ഒരു സൈഡിൽ നിന്ന് മുകളിലോട്ടായിട്ടും ഈ ഒരു സൈഡിൽ നിന്ന് താഴോട്ടേക്കായിട്ടും നമുക്കിങ്ങനെ മടക്കിയതിന് ശേഷം ഇതുപോലെ ഫസ്റ്റ് ലൈനിനോട് സെക്കൻഡ് ലൈന് വരുന്ന രീതിയിൽ മുകളിലും താഴെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ഒരു സൈഡിൽ ഒരു 1/4 ഇഞ്ച് വെച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കാം. കിട്ടുമ്പോൾ നമുക്കിത് ഇതേപോലെയാണ് വരാൻ. ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്കിനി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ വരച്ച ലൈനിലൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഈ ലൈനിലോട്ട് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ മുകളിലും താഴെ നിന്ന് കയറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ നമ്മളിത് എൻഡ് വരെ കട്ട് ചെയ്യുന്ന നേരം നമുക്ക് ജോയിൻ ചെയ്തിട്ട് തന്നെ കിട്ടും. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നീളത്തിൽ തന്നെ ക്രോസ് പീസുകൾ കിട്ടും. മാത്രമല്ല ഞാൻ ഇതിൽ 2 സ്റ്റിച്ചുകളേ എനിക്ക് വന്നിട്ടുള്ളൂ. ബാക്കി ഞാനിത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ കൂടുതൽ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നീളത്തിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തന്നെ ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. ഇനി സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് മെത്തേഡ് സാധാരണ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്ന മെത്തേഡിന് ഞാൻ സാധാരണയായി ഈ ഒരു മെത്തേഡിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്യാറുള്ളത്. ഇതേപോലെ വലിയെന്ന വശത്താണ് നമ്മൾ ലൈനുകൾ വരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ സ്കെയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ടേപ്പ് ഉപയോഗിച്ചിട്ട് വരക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു പീസാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ ഒഴിവാക്കുകയാണ്. എന്നിട്ട് കുറച്ച് മുകളിൽ സ്കെയിൽ വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് 1.5 ഇഞ്ച് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കാം. ഈ ഒരു സ്കെയിൽ 1.5 ഇഞ്ചാന്ന് പറഞ്ഞിരുന്നു. ഇതേപോലെ നമുക്ക് ലൈൻസ് എത്ര ലൈൻസ് കിട്ടുമോ അത്രയും നമുക്ക് വരച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു തറ്റ വരുമ്പോൾ ചെറിയൊരു പീസാണ് വരുന്നത്. ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം ഈ വരണ ലൈനിലൂടെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തന്നെ ക്രോസ് പീസുകൾ കിട്ടും. ഈ ഒരു മെത്തേഡിൽ നമ്മൾ തയ്ച്ച് ബാക്കി വരുന്ന കട്ട് പീസ് നമുക്ക് അതിൽ നിന്ന് വലിയുന്ന വശത്ത് നമുക്ക് 1.5 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള പീസ് വേണമെന്നൊന്നുമില്ല. ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ജോയിൻ ചെയ്യാൻ ഒരു പീസ് ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കോണി വരുന്ന ഭാഗം മുകളിലാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ പീസ് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് അതിൻ്റെ കോണി വരുന്ന ഭാഗം ഇതിൻ്റെ താഴായിട്ട് വരുന്നുണ്ട്. ഇതേപോലെ വെച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇതേപോലെ നമുക്ക് 1/4 ഇഞ്ച് വെച്ച് തയ്ച്ചെടുക്കാം. ഇനി ഇത് 1/4 ഇഞ്ച് വെച്ച് നമ്മൾ തയ്ച്ചെടുത്താൽ നമുക്ക് ക്രോസ് പീസ് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി വരുന്നത് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് മെത്തേഡ്. ഇനി തേർഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. തേർഡ് മെത്തേഡ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലത്തെ ഒരു സ്കെയിലോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മടക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആയാലും മതിയാവും. അതിനുശേഷം ഈ ഒരു കോർണറിൽ നിന്നാണ് നമുക്ക് വലിയുന്ന ഭാഗം വരുന്നത്. ആ വശത്തു നിന്ന് ഇതേപോലെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. മുകളിൽ വരെ ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ ഫോക്കസ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇതുപോലെ മുകളിൽ വരെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ സ്കെയിലൊന്ന് ഊരിയെടുക്കാം. ഇതുപോലെയാണ് കിട്ടുക. അതിനുശേഷം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എത്രയാണോ വേണ്ട ക്രോസ് പീസിൻ്റെ വീതി വേണ്ട അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇതുപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ 2 തട്ടയും നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം ഈ വരച്ചതിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നമുക്ക് എത്ര വേണോ അത്ര വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ഇത് നിവർത്തുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള
ഇതേപോലത്തെ ക്രോസ് പീസുകൾ കിട്ടും. ഇത് ജോയിൻ ചെയ്യാൻ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന മെത്തേഡ് തന്നെ മതിയാവും. ഇത് പക്ഷേ ഞാൻ വേറെ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ക്രോസ് പീസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു ക്രോസ് പീസ് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ രണ്ടിന് കോണി വരുന്ന ഭാഗം മുകളിലാണ് വരുന്നത്. എന്നിട്ട് അത് ശേഷം ഇത് രണ്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ നമുക്കൊരു കോണ് പോലെ വരും. ആ ഭാഗത്തോടെയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. കണ്ട ഞാൻ ഈ ഒരു ലൈൻ വരച്ച ഭാഗം നിങ്ങൾ കാണുന്നില്ലേ, അതിലൂടെയാണ് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത്. ഇതേപോലെ തയ്ച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഇതേപോലെ 1/4 ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് ക്രോസ് പീസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.